ഒരു കോമാളി ഇന്ന് വാട്സപ്പിൽ എഴുതിയാണ് ജലാലിയയിൽ പിന്നെ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ ഖുബൂർ ആരാധന തുടങ്ങി സുജൂദും ചെയ്യാം. ഈ സാധുവിന് വല്ല വിവരമുണ്ടോ? ഈ പരിസരത്തുള്ള ഒരുത്തന്നെ എഴുതിയതാണ്. അപ്പം അതുകൊണ്ട് ഒരു വിവരമല്ല ഹുസാലിമാൻ പറഞ്ഞില്ല, വിവരമല്ലാത്ത ചില ജാതുക്കളുണ്ട്. ഈ ബറ്റങ്ങളെ വിചാരത്തൊക്കെ വലിയ ഇതിനെപ്പറ്റി ഒന്നും മനസ്സിലാക്കി ദീൻ എന്താന്ന് മനസ്സിലാക്കാത്ത ഓരോ സാധനങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതി. മഹാന്മാരായ ആളുകൾ അള്ളാഹുവിൻ്റെ മഹത്തുക്കളുടെ മരണത്തെ സമയത്ത് സ്വപ്നസ്ഖലനമുണ്ടാകും, പരിശോധിച്ചാൽ അറിയാൻ കഴിയും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെപ്പോലത്തെ ഒരു മരിച്ചുമ്പോൾ തീട്ടും മൂത്രവും മാറ്റാണ്ടാകുക. കാട്ടവും മൂത്രവും മാറ്റിയിട്ടാണ് നമ്മളെ മജ്ജത്തിൻ്റെ മുകളിൽ വിരിക്കുക. അതേ സമയത്ത് മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തുന്നത് ഇതേപോലത്തെ മനുഷ്യന്മാർ മരിക്കുമ്പം സ്വപ്നസ്ഖലനമുള്ളതുപോലെ ഇന്ദ്രിയം സ്ഖലിച്ചതായിട്ട് കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ്? ഹൂറുലീങ്ങളെ കണ്ടുകൊണ്ട് അവർക്കുള്ള ആ അനുഭൂതി അവർ അനുഭവിക്കും. ഇത് മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തിയ അതാണ് ഈ ചെറിയുടെ രഹസ്യം. അത് ആ ചെറിയ അങ്ങനെ കുറിച്ചുകൊണ്ടാണ് മരിച്ചത്. അങ്ങനെ ആയാൽ പിന്നെന്താണ്? ആ ഉസൂലിനെ ഷൗക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പറയുന്ന പദമാണ് ഇന്തക്കല ഇലാ റഹ്മത്തില്ല. അല്ലാഹുവിൻ്റെ അനുഭൂതിയിലേക്ക് അവർ നീങ്ങി താമസിച്ചു, മാറി താമസിച്ചു. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഉറൂസ് നടത്തുക എന്നത്. ഉറൂസ് നടത്തേണ്ട ആൾക്കാർ അവരാണ്. നമ്മളൊക്കെ മരിച്ചാൽ പെരയിൽ പാത്തിയോതും ആണ്ട് നേർച്ചയല്ല. കൊല്ലത്തിൽ ദിവസം വരുമ്പം നമ്മളെ മക്കളും കുട്ടികളൊക്കെ കൂടിക്കാട്ട് ആണ്ട് കഴിച്ചു, ആണ്ട് കഴിച്ചാന്ന് പറയാം. മറ്റേതിന് ആണ്ട് നേർച്ച ഉറൂസ്, നംകനൗമത്തിൽ അറൂസ് എന്ന് ആ സമയത്താണ് അവരോട് പറയപ്പെടുന്നത്. നംകനൗമത്തിൽ അറൂസ്, പുതിയാപ്പിളാര് ഉറങ്ങണമാതിരി ഉറങ്ങും. അതിനാണ് അറൂസ് എന്ന് പറയുന്നത്. നംകനൗമത്തിൽ അറൂസ്, പുതിയാപ്പിളാര് ഉറങ്ങും പോലെ ഉറങ്ങിക്കോളീന്ന്. അതാണ് അറൂസ് എന്ന് പറഞ്ഞ സാധനം. അത് പറയുക ആരോണ്? കനൗമത്തിൽ അറൂസ് എന്ന് ആരോടാണോ ഖിതാബ് ഇടപ്പെടുന്നത് അവരതാണ് ഉറൂസായിട്ട് നടത്തപ്പെടുക. അതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. മൂപ്പര വഫാത്തിൻ്റെ ദിവസമാണ്. ഈ വഫാത്തിൻ്റെ ദിവസം, ആണ്ടിൻ്റെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ പ്രാധാന്യം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മഹാന്മാരായ മഹത്തുക്കളെ മക്കാമിൽ, മക്ബറയിൽ, ആരിഫീങ്ങളെ മക്ബറ, മുഅ്മിനീങ്ങളെ മക്ബറ, അതുപോലെ കാഫിറിൻ്റെ, ഇങ്ങനെ 2-3 സൈസാണുള്ളത്. സാധാരണ മുഅ്മിനീങ്ങളായ ആളുകൾ മരിച്ചാൽ 40 ദിവസം അവിടെ ഒരു മലായിക്കത്തുണ്ടാവും. അവിടെ സിയാറത്തിന് വരുന്ന ആളുകളെ നമ്മൾ സാധാരണ മുഅ്മിനീങ്ങൾ മരിച്ചാൽ ഒരു 40 കഴിച്ചാന്ന് അറിയില്ലല്ലോ. 40 ദിവസം വരെ ഒരു മലായിക്കത്തിന് അല്ലാഹു തആല ഏൽപ്പിക്കും. അവിടെ 7 ദിവസം അതിന് സ്വഭാവമുണ്ട്, 3 ദിവസം മറ്റു ചില തീരുമാനങ്ങളുണ്ട്. ഇതൊന്നും വെറുതെ ഇങ്ങനെ നടത്തലൊന്നുമല്ല. അള്ളാഹുവിൻ്റെ മഹാന്മാരായ മഹത്തുക്കളെ മക്കാമും നമ്മളൊക്കെ മരിച്ചു കിടക്കണ പള്ളിപ്പറമ്പ് പോയിട്ടുള്ള വ്യത്യാസം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല സായിരീങ്ങളുടെ ദുആക്ക് ആമീൻ പറയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഇതേപോലത്തെ മനുഷ്യന്മാർ, ഈ ചിരിച്ച് മരിച്ച ഉറൂസ് കഴിച്ച മനുഷ്യന്മാരുണ്ടല്ലോ, അങ്ങനത്തെ ആളുടെ മക്ബറയിൽ ഖബറുകൾ ഒരു മലക്കിനെ ഈ വക്കാലത്താക്കുന്നതാണ്. ഇവിടെ ആരെങ്കിലും സിയാറത്തിന് ചെയ്താൽ, സിയാറത്തിന് വന്നാൽ അവിടെ ആമീൻ പറയണം. ആ മലക്ക് ആമീൻ പറയുമ്പോൾ എന്തു ചെയ്യും? അള്ളാഹു അതിന് ഇജാബത്ത് ചെയ്യും. ഇത് അള്ളാഹു തആല ആരിഫീങ്ങൾക്ക് ചെയ്യുന്ന പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഈ ഔലിയാക്കന്മാരെ മക്ബറയിൽ പോയി കാട്ടുന്നത് ദ്വാരണ ഫലം കിട്ടുന്നത്. മലക്ക് അവിടെ ആമീൻ പറയും. മാത്രമല്ല മുഅ്മിനീങ്ങളായ ആളുകളെ അസ്സലാമു അലൈക്കും നമ്മളെ ബാപ്പാൻ്റെ ഖബറിൽ ചെന്നാൽ ഇല്ലിയീനിൽ നിന്നും റൂഹിനെ മടക്കപ്പെട്ട് വഅലൈക്കും അസ്സലാം എന്ന് പറയുമെന്ന് സാധാരണക്കാരൻ്റെ ഖബറുള്ള റൂഹിൻ്റെ സ്വഭാവം അതാണെന്ന് ഇമാം ബുഖാരി പോലത്തെ മഹാന്മാരായ അയിമ്മത്ത് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസിലുണ്ട്. സലാമു അലൈക്കും നമ്മളോട് പറഞ്ഞാൽ ഓല ഖബറിലേക്ക്
ഖബറിലേക്ക് റൂഹിനെ മടക്കപ്പെട്ട് സലാം പറയുന്നു. ഇത് ഔലിയൊന്നും വേണ്ട, മൂമിനായാൽ മതി. പിന്നെ ആരിഫീങ്ങളെ കഥ പിന്നെ പറയേണ്ടതുണ്ടോ? അതിന് ഇജാബത്ത് ചെയ്യും എന്ന് മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹദീസിൽ വ്യക്തമായി വന്നിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തരം മക്കാമുകളിൽ അള്ളാഹുവിൻ്റെ മലായികത്തിൻ്റെ പ്രത്യേകമായി ഇത് ആണ്ടിൽ എല്ലാ സമയത്തും ഉണ്ടാവും. ആണ്ടിലൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തിന് ബഹുമാനപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസത്തിന് നാളത്തെ മഗ്‌രിബ് വരെ, നാളത്തെ ദിവസം വരെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ മഹാന്മാരായ മഹത്തുക്കളെ, അർവാഹികളെ എന്നാണോ അവരെ കബറടക്കപ്പെട്ടത് ആ ദിവസത്തിൽ അവരുടെ മസാറുകളിൽ, അവരെ ഖബറുകളിൽ അവരെ റൂഹിനെ മടക്കപ്പെട്ടുകൊണ്ട് അവരെ സന്തോഷിക്കുകയും അവിടെ വന്ന് തവസ്സുൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങളും ഷഫായത്തും അവർ ചെയ്യാൻ പ്രത്യേക അധികാരം അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്നും നാളെയും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. ഇവിടെ വന്ന് ദ്വാർന്ന ഇജാബത്ത് കിട്ടും എന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലെ തെളിവാണ് മഹാനവറുകൾ അവിടെ വഫാത്ത് നമ്മളെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്.